സ്വാഗതം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു മാത്സ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക്. നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ കേട്ടറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള എക്സാമിന് വന്നിട്ടുള്ള മാത്സിലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ മാത്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ് ഈ മാത്സിന്റെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, നിങ്ങൾ എപ്പോഴും മാത്സ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ മാത്സിന്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്താണ് കൃത്യമായിട്ട് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് എന്ത് ചെയ്യാം, ഡെയിലി ഓരോ കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇതുവരെ ചെയ്ത് പഠിക്കാം. അപ്പം മനസ്സിലാക്കേണ്ടത്, ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കണം. അതിന്റെ കാര്യം, ഓരോ ക്വസ്റ്റ്യനും ഓരോ മെത്തേഡ് ആണ്. അതേ ടൈപ്പ് തന്നെ ആയിരിക്കും നമ്മുടെ എക്സാമിന് ഇനി ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഡയറക്റ്റ് ആദ്യം നിങ്ങൾക്ക് സ്വന്തമായിട്ട് അതിന്റെ ആൻസർ നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ നോക്കണം. എന്നിട്ടേ ഞാൻ പറയുമ്പോൾ ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞുതരാം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾ അത് നോക്കും, ഞാൻ സോൾവ് ചെയ്ത് കാണിക്കുന്ന സമയത്ത് നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ടൈമിന് അത് മനസ്സിലാവുമെങ്കിലും പിന്നീട് സ്വന്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കുറച്ച് അധികം സമയം കഴിഞ്ഞതിന് ശേഷം, വേണമെങ്കിൽ ഇന്നലെ തൊട്ട് അടുത്ത ദിവസം എന്തോ ആവട്ടെ, നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേ ക്വസ്റ്റ്യൻ തന്നെ സ്വന്തമായിട്ടൊന്ന് വായിച്ചു നോക്കിയിട്ട് വീണ്ടും വീഡിയോ കാണണ്ട, നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ മാത്സിന്, അല്ലേ? മാത്സ് വർക്കൗട്ട് ചെയ്യുന്ന ഒരു നോട്ട് തന്നെ തയ്യാറാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്ത ദിവസം ഇത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുകയും കൂടി ചെയ്യണം. ഓക്കെ, അത് ഒരിക്കലും ബൈഹാർട്ട് പാടില്ല, മനസ്സിലാക്കിയിട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 802 ഗുണിക്കണം 802 4 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം എത്രയാണ് എന്നാണ് ചോദിച്ചത്. അതായത് നമ്മൾ 802 അല്ലെ, 802 അതുപോലെ 802, അപ്പൊ ഇതിനെ അതേ നമ്പർ കൊണ്ട് തന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ആയിട്ട് എന്താണ് വരിക എന്നാണ് ചോദിച്ചത്. അതാണ് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ചോദിച്ചാൽ. ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, ഡൗട്ട് ഒന്നുമില്ലല്ലോ. 802 802 കൊണ്ട് തന്നെ നിങ്ങൾ ഗുണിച്ചിട്ട് അതിനെ 4 കൊണ്ട് നിങ്ങൾ ഹരിക്കുമ്പോൾ എന്തായിരിക്കും ശിഷ്ടം എന്നാണ് ചോദിച്ചത്. ഇതേ സാധനം ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് പറയാണ്, 5 ഗുണിക്കണം 2 അല്ലെ, 5 ഗുണിക്കണം 2 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്രയായിരിക്കും ഞാൻ നിങ്ങളോട് ചോദിച്ചെന്ന് വിചാരിക്കേ. 5 into 2, അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ പറയുന്ന റിമൈൻഡർ എത്രയായിരിക്കും എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, സാധാരണ ചെയ്യുന്നത് 5നെ 2 കൊണ്ട് ഗുണിക്കും അല്ലെ. 5 into 2 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 10 എന്ന് കിട്ടും. then അതിനെ നമ്മൾ 3 കൊണ്ട് ഹരിക്കും അല്ലെ. 3 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 10ൽ 3 എന്ന് പറയുന്നത് 3 തവണയാണ് പോവുക. 3 ഗുണിക്കണം 3 9 ആണ്. അപ്പൊ 10 minus 9 എന്ന് വെച്ചാൽ 1. അപ്പൊ മനസ്സിലായി, നമുക്ക് ശിഷ്ടം 1 ആണ് കിട്ടുക അല്ലെ. അതേപോലെ തന്നെയാണ് ഇവിടെ ചോദിച്ചത്, കുറച്ച് വലിയ നമ്പർ തന്നേ ഉള്ളൂ. അപ്പൊ 802 നിങ്ങൾ 802 കൊണ്ട് ഗുണിച്ച് കംപ്ലീറ്റ് ഗുണിക്കാനൊന്നും പോവണ്ട, അല്ലാതെ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഓരോ സംഖ്യയും മറ്റ് സംഖ്യകളോട് ഹരിക്കുമ്പോൾ ഉള്ള ചില നിയമങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു നമ്പർ, ആ നമ്പറിനെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ, 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ, 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെക്ക് ചെയ്യാൻ പറ്റും. നിശേഷ ഹരണം എന്നാണ് അതിനെ പറയുക. അതൊരു ടോപ്പിക് ആയിട്ട് തന്നെ നമ്മുടെ കേട്ടറ്റിന്റെ മാത്സിന്റെ ആ ഒരു പ്ലേലിസ്റ്റ് നമ്മൾ മുന്നേ ചെയ്ത് വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ 4 കൊണ്ട് ഹരിക്കാൻ പറ്റും, ഏത് നമ്പറിനെയും 4 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം, ആ തന്നിരിക്കുന്ന നമ്പറിന്റെ അവസാനത്തെ 2 അക്കം, ലാസ്റ്റ് 2 digits നിങ്ങൾ നോക്കുക. ആ 2 അക്കത്തിനെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ തന്നിരിക്കുന്ന മൊത്തം നമ്പറിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. എക്സാമ്പിൾ, ഇപ്പൊ 2024 എന്ന് പറയുന്ന നമ്പർ, ഇതിനെ മൊത്തത്തിൽ നിങ്ങൾക്ക് 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, കംപ്ലീറ്റ് ഇതിനെ 4 കൊണ്ട് ഹരിച്ചു നോക്കണ്ട. നിങ്ങൾ ആകെ ചെക്ക് ചെയ്യേണ്ട കാര്യം, അവസാനത്തെ 2 അക്കങ്ങൾ നോക്കുക. ഈ 2 4 എന്ന് വെച്ചാൽ 24. 24നെ 4 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ പറ്റുമെങ്കിൽ 2024നെയും നമുക്ക് 4 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഹരിക്കാൻ പറ്റും. 2024ന്റെ കേസിൽ മാത്രമല്ല, ഏത് നമ്പർ കിട്ടിയാലും അങ്ങനെ തന്നെയാണ്. 4 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുമോ നോക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അവസാനത്തെ 2 അക്കം നോക്കിയാൽ മതി. അതിനെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ ആ നമ്പറിനെ മൊത്തത്തിൽ നമുക്ക് 4 കൊണ്ട് ഹരിക്കാം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതാണ് നിങ്ങൾ നിശേഷ ഹരണം 4ന്റെ ആ ഒരു ഭാഗത്തെ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 802നെ 802 കൊണ്ട് ഗുണിച്ചിട്ട് അതിനെ 4 കൊണ്ട് ഹരിക്കാനാണ് പോകേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഗുണിച്ചിട്ട് വലിയൊരു ഉത്തരത്തിലേക്കൊക്കെ എത്തിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ അത്രയും സമയം കളയുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിനെ ഗുണിച്ചാൽ ആദ്യത്തെ 2 അക്കങ്ങൾ അല്ലെ, ആദ്യത്തെ 2 അക്കങ്ങൾ, ആദ്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫുള്ള് നമ്പർ കിട്ടിയാൽ അതിന്റെ അവസാനം വരുന്ന 2 എണ്ണം, ഒറ്റയുടെയും 10ന്റെയും സ്ഥാനത്ത് വരുന്ന ആ 2 നമ്പർ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വരുന്ന നമ്പർ ശിഷ്ടം എത്രയാണെന്നല്ലേ പറയാൻ പറ്റും. അതിന് നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾ എങ്ങനെയാണോ ഹരിക്കാൻ പഠിച്ചത് അതേപോലെ തന്നെ നോക്കുക. ആദ്യം എന്തായാലും 2 ഗുണിക്കണം 2 4 വരൂ.
അതിൽ സംശയമൊന്നുമില്ലല്ലോ. ആദ്യം എന്തായാലും 4 വരും അല്ലേ, നമ്മൾ ഗുണിക്കാൻ പോയ 2 × 2 4 ആണ് വരിക. ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. നെക്സ്റ്റ് നമ്പറും കൂടി ഏതാ വരുവാന്ന് മാത്രം മനസ്സിലാക്കാൻ പറ്റിയാൽ മതി. അങ്ങനെ കിട്ടിയാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ആൻസർ ആയി. നോക്കിയേ, നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവിടെ രണ്ടിലും നെക്സ്റ്റ് നമ്പർ 0 0 ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഉറപ്പിച്ചു പറയാം അടുത്ത നമ്പർ ഉറപ്പായിട്ടും 0 ആയിരിക്കും, 0 ആയിരിക്കും വരിക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒന്നിങ്ങനെ നോക്കിയാൽ മതി. 2 ഗുണിക്കണം 0 എന്ന് വെച്ചാൽ 0 ആണ് അല്ലേ. 2 ഗുണിക്കണം 0 0 ആണ്. പിന്നെ 2 8 കൊണ്ട് ഗുണിച്ച് 16, അതൊന്നും എഴുതാൻ പോകണ്ട, വേണമെങ്കിൽ എഴുതാൻ 16 അല്ലെങ്കിൽ എഴുതാൻ നിർബന്ധമില്ല. ഇനി അടുത്തത് 0 ഗുണിക്കണം 2, നമ്മൾ പഠിച്ച റൂളിങ്ങിനാണ് 0 2 കൊണ്ട് ഗുണിക്കും. 0 ഗുണിക്കണം 2 വെച്ചാൽ 0 തന്നെയാണ്, അത് ഇവിടെയാണ് എഴുതുക അല്ലേ. നിങ്ങൾ സാധാ ഗുണിക്കുമ്പോൾ ഇങ്ങനെ എഴുതുക. വീണ്ടും 0 ഗുണിക്കണം 0 വരും, 0 ഗുണിക്കണം 8 വരും, അത് ഇങ്ങോട്ട് ഇങ്ങനെ എഴുതി പോകും. അത് എഴുതണമെന്നില്ല, അവിടെ വെക്കട്ടെ. ഇനി അടുത്ത നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചേ, പിന്നെ നമ്മൾ 8നെ 2 കൊണ്ട് ഗുണിക്കാൻ പോകും, 16 ആണ് വരിക. അത് ഈ 0ന്റെ താഴെ എഴുതൂലല്ലോ, തൊട്ടടുത്ത ഭാഗത്തിൽ എഴുതുക. എന്ന് വെച്ചാൽ അത് മൂന്നാമത്തെ 100ന്റെ സ്ഥാനത്തേക്കാണ് വരിക. എന്ന് വെച്ചാൽ നമ്മൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ആകെ വേണ്ടത് എല്ലാം ഗുണിച്ചാൽ തന്നെ നിങ്ങൾ കൂട്ടി എഴുതുമ്പോൾ എങ്ങനെ എഴുതുക, ആദ്യം 4 എഴുതും അല്ലേ. പിന്നെ ഇവിടെ 0 ആണുള്ളത്, ആ 0 എഴുതും. പിന്നെയാണ് ഓരോ നമ്പർ ആയിട്ട് ബാക്കി കൂട്ടി 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 ഇങ്ങോട്ട് എഴുതുക. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവസാനത്തെ 2 നമ്പർ മാത്രം കിട്ടിയാൽ മതി. നോക്കിയേ, ഇവിടെ അവസാനത്തെ 2 നമ്പർ എത്രയുള്ളത്, 0 ഉം 4 അല്ലേ. എന്ന് വെച്ചാൽ എന്താ വരിക, 0 ഉം 4 ഉം ചേർന്ന് നിങ്ങൾക്കറിയാം 0 4 എന്ന് വെച്ചാൽ 4 തന്നെയാണ് അല്ലേ. 0 4 വെച്ചാൽ 4 തന്നെയല്ലേ. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഈ കംപ്ലീറ്റ് നമ്പറിനെ 4 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞിരുന്നതും ഈ തന്നിരിക്കുന്ന നമ്പറിനെ 4 കൊണ്ട് ഹരിക്കുന്നതും ഒരേപോലെ തന്നെയാണ്. അപ്പൊ 0 4നെ നിങ്ങൾ 4 കൊണ്ട് ഹരിച്ചാൽ എന്താ വരിക, 0 4 എന്ന് വെച്ചാൽ 4 തന്നെയാണ്. അതിനെ 4 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്കറിയാം എന്താണ്, ഒരു തവണ ഒരു 4 4 ആണ്, ശിഷ്ടം 0 ആണ് വരിക ആണല്ലോ. അപ്പോൾ അവസാനത്തെ 2 നമ്പറിനെ 4 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 0 കിട്ടി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ, ഇത് കംപ്ലീറ്റ് നമ്മൾ ഗുണിച്ച് കിട്ടുന്ന നമ്പറിനെയും 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര തന്നെ വരിക, 0 തന്നെയാണ് വരിക എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 0 ആണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഇതൊന്നും അങ്ങനെ ഇങ്ങനൊന്നും കണ്ടാൽ ഒരിക്കലും കൺഫ്യൂഷൻ ആവാൻ പാടില്ല. ഇങ്ങനൊന്നും ഓർമ്മയില്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒറ്റ സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, 802 കൊണ്ട് ഒരൊറ്റ ഒന്ന് ഗുണിച്ചെഴുതുക. കാരണം നമുക്ക് മാത്സ് വെച്ചാൽ അറിയുന്നവരാകുമ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ചെയ്തു പോകും. കൺഫ്യൂഷൻ ലെവലാണെങ്കിൽ എന്തായാലും 30 ചോദ്യത്തിൽ എന്തായാലും ഒരു 10 20 എണ്ണമായിരിക്കും സ്പീഡ് ചെയ്യാൻ പറ്റുക. അപ്പൊ എന്ത് ചെയ്യുക, വേറെ വഴിയൊന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ കിട്ടിയ വഴിയിൽ നമുക്ക് അറിയുന്ന വഴിയിൽ എങ്ങനെയെങ്കിലും ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതിന്റെ ശ്രമത്തിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് അങ്ങോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഗുണിച്ചു നോക്കുക. അത് വലിയ പണിയൊന്നുമില്ലല്ലോ ഗുണിക്കാൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ സെക്കൻഡ് വെച്ച് നിങ്ങൾക്ക് ഗുണിക്കാൻ പറ്റും. അങ്ങനെയാണ് ഇതിന്റെ ഉത്തരത്തിലേക്ക് വരിക. ഓക്കെ, ഇനി ഇങ്ങനൊന്നും സ്റ്റെപ്പ് ഒന്നും എഴുതണ്ട. ചില ആളുകൾ ഒറ്റ സ്റ്റെപ്പ് തന്നെ ഇതിന്റെ ഗുണനൊക്കെ എഴുതുന്നവരുണ്ട്. 802 ഗുണിക്കണം 802 ഒറ്റ സ്റ്റെപ്പ് തന്നെ എഴുതുക. ആദ്യം 2 ഗുണിക്കണം 2 4 തന്നെയാണ്, 4. ഓക്കെ, 2 ഗുണിക്കണം 2 4 ആണ്. പിന്നെ 2 ഗുണിക്കണം 0 എന്ന് വെച്ചാൽ എന്താ വരിക, 0 ആണ്. പിന്നെ ഇത് ഇങ്ങോട്ട് ഇങ്ങനെ ഗുണിക്കും, 0 ഗുണിക്കണം 2 വെച്ചാൽ 0 ആണ്. രണ്ടും കൂടി ചേർന്നിട്ട് വീണ്ടും ഒറ്റയടിക്ക് 0 എന്ന് എഴുതും. അങ്ങനെ ഒറ്റ സ്റ്റെപ്പ് തന്നെ ഫുൾ എഴുതാൻ പറ്റും. അങ്ങനെ ആവുമ്പോൾ സെക്കൻഡ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, ആദ്യത്തെ 2 അക്കങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കിട്ടും. എല്ലാ നമ്പറിനും ഇങ്ങനെ ഒന്നല്ല, 3ന്റെ ആണ്. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ 4 കൊണ്ട് ഹരിക്കാനാണ് അവസാനത്തെ 2 നമ്പർ നോക്കാൻ പറഞ്ഞത്. ഇനി 3 കൊണ്ടാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, തന്നിരിക്കുന്ന നമ്പർ എല്ലാം കൂടെ കൂട്ടുക. ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തരാം. ഇതാ 1 9 8 3 1 9 8 3. ഈ തന്നിരിക്കുന്ന നമ്പറിനെ 3 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ അറിയോ, അവസാനത്തെ 2 നമ്പറിനെ അല്ല നോക്കേണ്ടത്, അത് 4ന്റെ റൂളാണ്. 3ലേക്ക് വരുമ്പോൾ തന്നിരിക്കുന്നതിലെ എല്ലാ അക്കങ്ങളും നിങ്ങൾ കൂട്ടുക, എല്ലാ ഡിജിറ്റും കൂടെ കൂട്ടുക. കൂട്ടി കിട്ടുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ, 3ന്റെ ഗുണിതമാണെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിനെയും 3 കൊണ്ട് ഹരിക്കാം. നോക്കിയേ, 9 1 10 ആണ്, 10 8 18, 18 3 21. 21 3ന്റെ ഗുണിതമല്ലേ അല്ലേ. 3 × 7 3 7 21 ആണ്. അപ്പം എന്താണ്, ഇത് 3ന്റെ ഗുണിതമായതുകൊണ്ട് തന്നിരിക്കുന്ന നമ്പറും എന്ത് തന്നെയാണ്, 3 കൊണ്ട് നമുക്ക് പൂർണ്ണമായും ഹരിക്കാൻ പറ്റുന്ന നമ്പർ തന്നെയാണ്. അങ്ങനെ ഓരോന്നിനും ഓരോ റൂളാണ്, അതൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ, വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. a + 100 ഗ്രേറ്റർ ദാൻ a × 100. കൂടാതെ a ഒരു എണ്ണൽ സംഖ്യയാണ് എങ്കിൽ a യുടെ വില എത്രയാണെന്ന് ചോദിച്ചത്. ഒന്നുമില്ല, ഇവിടുത്തെ കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. a യും 100ഉം കൂടെ കൂട്ടിയാൽ കിട്ടുന്നതും അതുപോലെ a യും 100ഉം കൂടെ ഗുണിച്ചാലും നമുക്ക് ഓരോന്നിനും ഒരു ഉത്തരം കിട്ടും അല്ലേ. അപ്പൊ അതില് a യും 100ഉം കൂടെ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം ഈ ഗുണിച്ചാൽ കിട്ടുന്നതിനേക്കാൾ വലുതാണെന്നാണ് പറഞ്ഞത്. ഈ ഒരു ചിഹ്നത്തെ നമ്മൾ ഗ്രേറ്റർ ദാൻ എന്നാണ് പറയുക. വായി തുറന്ന ഭാഗം, ഇവിടെയാണ് വായി തുറന്ന് കാണുന്നത്, അതാണ് ഏറ്റവും വലുത്. അപ്പൊ ഇത് എന്താണ്, ഈ കിട്ടുന്ന ഭാഗം ഇതിനേക്കാൾ വലുതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ വലുതാവണമെങ്കിൽ ഈ a യുടെ വില എത്രയായിരിക്കും എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. a എത്രയായിരിക്കണം എന്ന് മനസ്സിലായില്ലേ. ഓപ്ഷൻ ഇവിടെ 0 2 1 10 എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക, നിങ്ങൾ ഇത് ഏറ്റവും നല്ലത് ഓപ്ഷൻ വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓപ്ഷൻ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഇതാ, ഒന്നാമത്തെ ഓപ്ഷൻ 0 ആണ്. ഞാൻ a ക്ക് 0 കൊടുക്കുക. a എന്ന് പറയുന്നത് 0 ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നോക്കിയേ, a യുടെ സ്ഥാനത്ത് 0 കൊടുത്തതാ. a + 100 എന്ന് വെച്ചാൽ 0 കൂട്ടണം 100 ആണ് വരിക. അതിന്റെ ഉത്തരം 100 തന്നെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവിടെ നിൽക്കട്ടെ. അടുത്തത് a ഗുണിക്കണം 100 ആണ്. നമ്മൾ ഇപ്പം ചെയ്തത് a + 100ന്റെ വിലയാണ് കണ്ടുപിടിച്ചത്. അടുത്തത് a ഗുണിക്കണം 100 എത്രയാണ് വരിക എന്നാണ് നോക്കുന്നത്. നോക്കാം,
അപ്പോൾ എന്ത് വരും? a 0 ആയതുകൊണ്ട് 0 ഗുണിക്കണം 100 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ് അല്ലേ? ഏത് നമ്പറിനെയും 0 കൊണ്ട് ഗുണിച്ചാൽ 0 തന്നെ വരിക. ഇനിയോ ഇവിടെ പറഞ്ഞ കണ്ടീഷൻ കറക്റ്റ് ആണ് നോക്കുന്നത്. a plus 100 എന്ന് പറഞ്ഞാൽ നമുക്ക് 100 തന്നെയാണ് ഇപ്പം കിട്ടിയത്. 100 തന്നെ കിട്ടി. ഗ്രേറ്റർ ദാൻ a into 100 അത് 0 ആണ്. ഇതിന്റെ അർത്ഥം കറക്റ്റ് ആണ്. 100 എന്ന് പറയുന്നത് 0-നേക്കാൾ വലുത് എന്നാണ്. ഓക്കെ, 100 ആണ്. വായി തുറന്ന ഭാഗമാണ് വലുത്. ഇങ്ങനെ ഇങ്ങോട്ടാണ് വായി തുറന്നെങ്കിൽ ഈ വായുടെ ഭാഗത്ത് വരുന്നതാണ് വലുത് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ഇതാ 100ന്റെ ഭാഗത്താണ് വായി തുറന്നത്. അപ്പൊ 100 ഗ്രേറ്റർ ദാൻ 0 എന്നാണ്, 0 എന്നാണ് ഉള്ളത്. സോ നമുക്ക് ഇവിടെ മനസ്സിലായി 100 ആണ് വലുത്. ഓക്കെ, അപ്പൊ നിങ്ങളോട് എയുടെ വില എത്രയാണെന്ന് ചോദിച്ചത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇത് കറക്റ്റ് അല്ലേ? തന്നിരിക്കുന്ന കണ്ടീഷൻ കറക്റ്റ് ആണല്ലേ? a plus 100ഉം a ഗുണിക്കണം 100ഉം ആയാലും a കൂട്ടണം 100 ആണ് വലുത് വേണ്ടതെന്നാണ് പറഞ്ഞത്. കറക്റ്റ് തന്നെയാണ്. പക്ഷേ നേരെ പോയിട്ട് a equal to 0 എന്ന് കൊടുക്കാൻ പാടില്ല. കാരണം ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. a ഒരു എണ്ണൽ സംഖ്യയാണെന്ന് പറയുന്നുണ്ട്. എണ്ണൽ സംഖ്യ എന്ന് വെച്ചാൽ നാച്ചുറൽ നമ്പേഴ്സ് ആണ്, കൗണ്ടിങ് നമ്പേഴ്സ് ആണ്. എന്താ വരിക? 1 മുതൽ 1, 2, 3, 4 തുടങ്ങുന്നതാണ് എണ്ണൽ സംഖ്യ. അപ്പൊ പിന്നെ 0 ഒരിക്കലും വരില്ല. നമുക്ക് അവിടെ നിന്ന് തന്നെ ലോജിക് ഉപയോഗിക്കാം. പിന്നെ വരുന്നത് 1 ആണ്. 1 വെച്ച് നോക്കിയാൽ നിങ്ങൾ ഓപ്ഷൻ കൊടുത്തു നോക്കിയേ. a plus 100 എന്ന് വെച്ചാൽ aക്ക് 1 കൊടുത്താൽ 1 കൂട്ടണം 100 ആണ് വരിക. 1 കൂട്ടണം 100 എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം 101 ആണ് ഉത്തരം. രണ്ടാമത് a ഗുണിക്കണം 100 ആണ് എന്ന് വെച്ചാൽ എന്താണ്? 1 ഗുണിക്കണം 100 ആണ് വരിക. അത് ഉത്തരം വരുന്നത് 100 ആണ്. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ഓപ്ഷൻ നോക്കിയേ. ഇത് പറഞ്ഞ കണ്ടീഷൻ കറക്റ്റ് ആണ് നോക്കിയേ. a plus 100 ഗ്രേറ്റർ ദാൻ a into 100 ആണ് വന്നത്. ആണല്ലോ. a plus 100 എന്നുള്ളതിന്റെ വില ഇപ്പൊ നമുക്ക് കിട്ടുന്നത് 101 ആണ്. അപ്പൊ 101 എന്ന് എഴുതി. ഗ്രേറ്റർ ദാൻ a into 100 100 ആണ് കിട്ടിയത്. 100 എന്ന് എഴുതി. ഓക്കെ, ഇവിടെ നോക്കിയത് ശരിയാണോ അല്ലയോ? 100 not 1 അല്ലെങ്കിൽ 101 ഗ്രേറ്റർ ദാൻ 100 എന്നാണ് പറഞ്ഞത്. അത് ശരിയല്ലേ? 100-നേക്കാൾ വലുതല്ലേ 101? അപ്പൊ വായി തുറന്ന ഭാഗത്താണ് 101 ഉള്ളത്. അപ്പൊ 101 തന്നെയാണ് 100-നേക്കാൾ വലുത്. ഇത് ശരിയാണ്. അപ്പൊ എണ്ണൽ സംഖ്യ തന്നെയാണ് 1 എന്ന് പറയുന്നത് അല്ലെ? 1 ഒരു എണ്ണൽ സംഖ്യയാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഇത് വരാം. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പൊ സംശയം വരുന്ന 2 കൊടുത്താൽ എന്താ ചെയ്തു നോക്കിക്കൂടെ? ഇതാ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ ക്ലിയർ ആവും. ഞാൻ ഇനി അടുത്ത നമ്പർ 2 കൊടുത്തെന്ന് വിചാരിക്കുക. അപ്പൊ a plus 100 എന്ത് വരും? 2 കൂട്ടണം 100 എന്നാണ് വരിക. ആൻസർ 102 ആണ് വരിക. നിൽക്കട്ടെ. അടുത്ത a ഗുണിക്കണം 100. 2 ഗുണിക്കണം 100 എന്നാണ് വരിക. ഉത്തരം 2 into 100 എന്ന് വെച്ചാൽ 200 ആണ് വരിക. ആണല്ലോ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. a plus 100ന്റെ വില 102 കിട്ടി. 102 അതേപോലെ എഴുതി. ഗ്രേറ്റർ ദാൻ സൈൻ കൊടുത്തു. a into 100 200 ആണ് കിട്ടിയത്. ഇത് ശരിയാണോ അല്ലയോ നിങ്ങൾ തന്നെ നോക്കിയേ. 102 ഗ്രേറ്റർ ദാൻ 200 എന്നാണ് ഇതിന്റെ അർത്ഥം. അതായത് 200-നേക്കാൾ വലുതാണ് 102 എന്നാണ് ഇതിന്റെ അർത്ഥം. ഇതൊരിക്കലല്ലല്ലോ, ആവൂലല്ലോ. കാരണം 200-നേക്കാൾ ചെറുതാണ് 102 അല്ല. ഇത് എഴുതേണ്ടത് ഇങ്ങനെയാണ്. 102 ലെസ് ദാൻ 200 എന്ന് എഴുതാം. വായി ഇങ്ങോട്ട് തുറന്നാൽ 200 ആണ് വലുത്. പക്ഷെ ഇത് തെറ്റാണ്. അപ്പൊ നമുക്ക് എന്ത് വരില്ല? രണ്ടൊന്നും ശരിയല്ല ഉത്തരം. നമ്മുടെ ഉത്തരം വരുന്നത് ഇവിടെ 1 ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, 0 വരാം. പക്ഷെ ഇവിടെ എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് 0 വരാത്തത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് ശരിക്കും മനസ്സിലാക്കുക. അടുത്ത എല്ലാവരും കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഇതൊക്കെ എക്സാമിന് വന്നെയാണ്. ഇത് ഞാൻ സെലക്ട് ചെയ്ത ക്വസ്റ്റൻ അല്ല. എക്സാം പേപ്പറിൽ നിന്ന് അങ്ങനെ ഇങ്ങോട്ട് എടുത്ത ക്വസ്റ്റൻസ് ആണിത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് പ്രൊജക്റ്റഡ് എയ്ഡ് എന്നാണ് പറഞ്ഞത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് പ്രൊജക്റ്റഡ് എയ്ഡ്? റേഡിയോ, ടെലിവിഷൻ, ടേപ്പ് റെക്കോർഡർ, ബ്ലാക്ക് ബോർഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ലേണിംഗ് എയ്ഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. അതിൽ പ്രൊജക്റ്റഡ്, നോൺ പ്രൊജക്റ്റഡ് ഒക്കെ ആയിട്ടുള്ള എയ്ഡ്സ് ഉണ്ട്. ആ പ്രൊജക്റ്റഡ് എയ്ഡ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇതിൽ ഏതാണ് പറയാൻ പറ്റുന്നത്? ഡയറക്റ്റ് ആണ് പെഡഗോഗി സെഷനിൽ വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഏതാ വരുക? റേഡിയോ എന്ന് പറഞ്ഞ പ്രൊജക്റ്റഡ് എയ്ഡ് ആണോ? അതൊരു ഓഡിയോ എയ്ഡ് മാത്രമാണല്ലോ നമ്മളിങ്ങനെ വെക്കുന്നത്. പ്രൊജക്ഷൻ അല്ല, പ്രൊജക്റ്റഡ് അല്ല. നെക്സ്റ്റ് ടേപ്പ് റെക്കോർഡർ അതേപോലെ തന്നെ അല്ലേ. ബ്ലാക്ക് ബോർഡ് അത് പ്രൊജക്റ്റഡ് എയ്ഡ് ആണോ? അല്ലല്ലോ. നമ്മൾ ആൻസർ ടെലിവിഷൻ ആണ്. നിങ്ങൾ പ്രൊജക്ടർ ഒക്കെ യൂസ് ചെയ്യുന്നില്ലേ ഒരു കാര്യം നമ്മൾ പ്രൊജക്ട് ചെയ്യാൻ? അങ്ങനെ ഉദ്ദേശിച്ചാൽ മതി. അപ്പൊ ടെലിവിഷൻ ആണ് നമ്മുടെ സ്ക്രീനിൽ എന്ത് ചെയ്യുന്ന കാര്യങ്ങൾ പ്രൊജക്ട് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇത് പ്രൊജക്റ്റഡ് എയ്ഡ്. അങ്ങനെ സിമ്പിൾ ആയിട്ട് അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ ടെലിവിഷൻ ആണ് ഇവിടുത്തെ ആൻസർ വരിക. ഓക്കെ, അപ്പൊ 30 മാർക്കിന്റെ മാത്സ് ക്വസ്റ്റ്യനിൽ എന്തായാലും 10ഓളം ചോദ്യങ്ങൾ പെഡഗോഗി പോലെ ഇതുപോലെ ജനറൽ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും വരും. അത് നിങ്ങൾ സൈക്കോളജി പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം അത് സ്കോർ ചെയ്യാൻ പറ്റും. ക്ലിയർ? നെക്സ്റ്റ്, ആദ്യത്തെ 2022 ഇരട്ട എണ്ണൽ സംഖ്യകളുടെ തുകയും ആദ്യത്തെ 2022 ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് എന്നാണ് ചോദിച്ചത്. വളരെ വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ആദ്യത്തെ 2022 ഇരട്ട സംഖ്യകളുടെ തുക, ഓക്കെ, ഇരട്ട എണ്ണൽ സംഖ്യകളുടെ തുകയും ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നമ്മൾ കഴിഞ്ഞ സെഷനിലെ വീഡിയോ ചെയ്തപ്പോൾ തന്നെ സമാന്തര ശ്രേണിയായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുകയും ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുകയൊക്കെ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ടെക്നിക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മയുള്ളവർക്ക് ഇതിന്റെ ആൻസർ വളരെ എളുപ്പത്തിൽ കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യത്തെ 2022 ഒറ്റ സംഖ്യകളുടെ തുക, ആദ്യത്തെ 2022 ഇരട്ട സംഖ്യകളുടെ തുക എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് അല്ലെ? അതിന്റെ കാര്യം മനസ്സിലായല്ലോ. ആദ്യത്തെ 2022 ഒറ്റ സംഖ്യകൾ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന അറിയോ? ഏറ്റവും ആദ്യത്തെ ഒറ്റ സംഖ്യയാണ് 1, പിന്നെ വരുന്ന 3, പിന്നെ 5, പിന്നെ 7, പിന്നെ 9, അങ്ങനെ ക്രമത്തിൽ നമ്മൾ എഴുതുന്നു അല്ലെ? ഇപ്പൊ നോക്കിയേ 1, 2, 3, 4, 5 ആദ്യത്തെ 5 ഒറ്റ സംഖ്യയാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. അങ്ങനെ നിങ്ങൾ ക്രമത്തിൽ എഴുതി പോയാൽ ആദ്യത്തെ 2022 എണ്ണം
എത്ര എണ്ണം ഉണ്ട് എല്ലാം കൂടി നിങ്ങൾക്ക് എഴുതി കൂട്ടാനുള്ള സമയമൊന്നും ഒരിക്കലും എക്സാമിന് കിട്ടില്ല അല്ലെ. അപ്പൊ അങ്ങനെ എഴുതി കൂട്ടാനൊന്നും പറ്റില്ല. ഇനി ആദ്യത്തെ അത്രയും ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആദ്യത്തത് 2 ആണ്, പിന്നെ 4, പിന്നെ 6, പിന്നെ 8, പിന്നെ 10, അത് ഇങ്ങനെ പോകുന്നു. ഇതിപ്പോ 5 ഞാൻ എഴുതിയത്. അങ്ങനെ 2022 നിങ്ങൾ എഴുതണം വരി വരിയായിട്ട്. അങ്ങ് എടി എത്തും 4000 5000 വരെ നിങ്ങൾ എഴുതണം അല്ലെ. അപ്പൊ അങ്ങനെ എഴുതി കൂട്ടാനൊന്നും നമുക്ക് പറ്റില്ല. അപ്പൊ ഇവിടെ ചോദിച്ച കാര്യം മനസ്സിലാക്കുക. ആദ്യത്തെ 2022 ഇരട്ട സംഖ്യകളുടെ തുകയും അത് കണ്ടുപിടിക്കണം. പിന്നെ ആദ്യത്തെ 2022 ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ അതെല്ലാം കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമ്മളന്ന് പഠിച്ച ഒരു സാധനം ഞാൻ നിങ്ങളോട് ചോദിക്കാം, അത് ഓർമ്മയുണ്ടോ നോക്കണം. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ ഞാൻ നിങ്ങളോട് ഒരു ട്രിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ ഞാൻ നിങ്ങൾക്ക് ഒരു ട്രിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ വരുക? n ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് തുക എന്ന് പറഞ്ഞാല് എണ്ണം എത്രയാണോ അതിന്റെ വർഗ്ഗം എടുത്താൽ മതി അല്ലെ, അതിന്റെ സ്ക്വയർ എടുത്താൽ മതി. ഓക്കെ, അപ്പൊ n സ്ക്വയർ ആണ്. അതായത് ഇവിടെ ഇപ്പൊ ഞാൻ ഇതിൽ നിന്ന് 5 എടുക്കുന്നില്ല, ഞാൻ ആദ്യത്തെ ഒരു 3 ഒറ്റ സംഖ്യ എടുക്കാം. അപ്പൊ ഇതിന്റെ തുക നിങ്ങൾ കൂട്ടിക്കാണുന്നതിൽ നല്ലത് ആ എണ്ണം എത്രയാണോ അതിന്റെ വർഗ്ഗം എടുത്താമെന്നാണ് പറയുന്നത്. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണേ ഉള്ളൂ. അപ്പൊ 3ന്റെ വർഗ്ഗം എത്രയാ? 3 സ്ക്വയർ എന്ന് വെച്ചാൽ 9 ആണ്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ തന്നെ വരുക 5, 3, 8, 9. കറക്റ്റ് അല്ലേ? അല്ലെ? അപ്പൊ എണ്ണം എത്രയുണ്ടോ അതിന്റെ വർഗ്ഗം എടുത്താൽ ഒറ്റ സംഖ്യയുടെ തുക കിട്ടും. ഇനി ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക, ഇരട്ട സംഖ്യ, ഒറ്റ സംഖ്യ വെച്ചാൽ ഓഡ് നമ്പർ ആണ്. ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ ഈവൺ നമ്പർ ആണ്. ഈവൺ നമ്പേഴ്സ്. അതിന്റെ തുക എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ട്. എന്താ വരുക? എണ്ണത്തിനെ തൊട്ടടുത്ത നമ്പർ കൊണ്ട് നിങ്ങൾ ഗുണിച്ചാൽ മതി. അങ്ങനെ കിട്ടുന്നതാണ് ഏത്? ഇരട്ട സംഖ്യകളുടെ തുക. എണ്ണത്തിനെ തൊട്ടടുത്ത നമ്പർ കൊണ്ട്. ഇപ്പൊ ആദ്യത്തെ 3 ഇരട്ട സംഖ്യ ആണെങ്കിൽ 3നെ തൊട്ടടുത്ത നമ്പറായ 4 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഉദാഹരണം കാണിക്കുക. ആദ്യത്തെ 3 ഞാൻ എടുക്കാം. 2, 4, 6. അത് കൂട്ടിയാൽ നിങ്ങൾക്ക് എന്തായാലും തുക കിട്ടും. കൂട്ടുന്നതിന് മുന്നേ നോക്കിക്കോ, അവിടെ 3 ഉള്ളത്. ആ 3നെ തൊട്ടടുത്ത നമ്പറായ 4 കൊണ്ട് നിങ്ങൾ ഗുണിച്ചാൽ മതി. 3 ഗുണിക്കണം 4 12 അല്ലേ. ഇനി ഇത് കൂട്ടി നോക്കിയേ, 6, 4, 10, 2, 12. കറക്റ്റ് അല്ലേ? അങ്ങനെ കിട്ടും. ഇനി ആദ്യത്തെ 5 എടുത്ത് നോക്കിയതോ, കംപ്ലീറ്റ് എടുത്ത് നോക്ക്. എല്ലാം കൂടെ കൂട്ടിയാൽ നിങ്ങൾക്ക് തുക കിട്ടും. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? ഇവിടെ 5 ഉള്ളതുകൊണ്ട് തന്നെ 5നെ തൊട്ടടുത്ത നമ്പറായ 6 കൊണ്ട് ഗുണിച്ചാൽ മതി. 5 ഗുണിക്കണം 6 30 ആണ്. ഇനി ഇത് കൂട്ടി നോക്കിയേ, ഇതുവരെ 12 ആയി. 12 തൊട്ട് 20 ആണ്. 20 10 30 ആണ്. കറക്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെയാണ് ചെയ്യുക. ഇനി ഇവിടെ പോയിട്ട് നിങ്ങൾ എണ്ണം ഇവിടെ n ആണെങ്കിൽ n സ്ക്വയർ. അപ്പൊ ഇവിടെ 2022 ഉണ്ടെന്ന് വെച്ചാൽ എത്രയായിരിക്കും ഉത്തരം വരിക? 2022ന്റെ സ്ക്വയർ ആണ് വരിക. അതൊന്നും കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് എന്തില്ല, കുറക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. 2022ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ വരിക? 2022 ഗുണിക്കണം 2022. ഇതൊക്കെ ഗുണിക്കാൻ തുടങ്ങി ഒരുപാട് സമയം ഗുണിച്ചുകൊണ്ടിരിക്കേണ്ടി വരും അല്ലെ. അതിനൊന്നും നിൽക്കാൻ പാടില്ല. അപ്പൊ നിങ്ങൾ ബുദ്ധിപരമായി ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞതാ. n × n+1 നമുക്ക് ഇതിനെ മാറ്റി എഴുതാൻ പറ്റും അല്ലെ. ഇതൊക്കെ ചെറിയ UP ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. എന്ത് ചെയ്താൽ മതി? ആദ്യം n-നെ ആദ്യം കാണുന്ന നമ്പർ കൊണ്ട് ഗുണിക്കുക. n-നെ n കൊണ്ട് ഗുണിച്ചാൽ n സ്ക്വയർ ആണ് വരിക. പ്ലസ് ഉള്ളതുകൊണ്ട് പ്ലസ് അതുപോലെ എഴുതുക. പിന്നെ n-നെ തൊട്ടടുത്ത നമ്പർ കൊണ്ട് ഗുണിക്കുക. n × 1 എന്ന് വെച്ചാൽ എത്ര വരിക? n-നെ 1 കൊണ്ട് ഗുണിച്ചാൽ n ആണ് വരിക. അപ്പൊ ഇരട്ട സംഖ്യകളുടെ തുക എന്ന് വെച്ചാൽ n × n+1 ആണ്. അതിന് നമുക്ക് മാറ്റിയിട്ട് ഇതുപോലെ എഴുതാം അല്ലെ. ഇനി ഇവരുടെ വ്യത്യാസമാണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 2022 ഒക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുകയും n ഇരട്ട സംഖ്യകളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ചാൽ പോരെ. ഇനി ഇങ്ങോട്ട് നോക്കിയേ, നമുക്ക് നോക്കാം. ഇവിടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഒന്നിന്ന് മറ്റൊന്ന് കുറച്ചാൽ പോരെ. ഞാൻ ഇവിടെ വ്യത്യാസം ഞാൻ ഇവിടെ എന്തായാലും കണ്ടാൽ തന്നെ മനസ്സിലായി ഇതായിരിക്കും വലുത് അല്ലേ, ഇതിനേക്കാൾ വലുതല്ലേ. ഇത് n സ്ക്വയറേ ഉള്ളൂ. ഇത് n സ്ക്വയറിന്റെ കൂടെ n കൂടെ കൂട്ടിയതാണ്. അപ്പൊ ഞാൻ അതിൽ നിന്ന് കുറക്കുക. n സ്ക്വയർ കൂട്ടണം n, ഇതാണ് ഇരട്ട സംഖ്യകളുടെ തുക. അതിൽ ഞാൻ വ്യത്യാസം കാണാൻ വേണ്ടി n ഒറ്റ സംഖ്യകളുടെ തുക കുറക്കുവാണ്. ഇനി നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലായി ഇവിടെ ബാക്കി എന്താ വരുമോ നോക്കിയേ. ഈ n സ്ക്വയറിൽ ഈ n സ്ക്വയർ പോയാൽ അതങ്ങ് പോയി. ബാക്കിയുള്ളത് n മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാല് ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുകയിൽ നിന്ന് ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കുറക്കാൻ പോയാൽ എന്തെന്നെയാണ്? അവിടെ എത്ര എണ്ണം ഉണ്ടോ അത് തന്നെയാണ് നമ്മൾ ഉത്തരം വരിക. ഉത്തരം n ആയിട്ട് തന്നെയല്ലേ കിട്ടിയത്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യത്തെ 2022 ഇരട്ട സംഖ്യകളുടെ തുകയിൽ നിന്ന് 2022 ഒറ്റ സംഖ്യകളുടെ തുക കുറക്കാൻ പറഞ്ഞാൽ ഉത്തരം എത്ര തന്നെ വരിക? n മീൻസ് 2022 ആണ് ഉത്തരം വരിക. അത് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. n 2022 എന്നാണ് നമ്മൾ ചോദിച്ചു തന്നത് അല്ലെ. n എന്ന് പറഞ്ഞാൽ 2022 തന്നിട്ടുണ്ട്. അതാണല്ലോ ഇവിടെ പറയുന്നത് എല്ലാം കംപ്ലീറ്റ്. അപ്പൊ ഞാൻ ഇത് കൊടുക്കുക. n സ്ക്വയർ എന്ന് വെച്ചാൽ 2022ന്റെ സ്ക്വയർ കൂട്ടണം n 2022 തന്നെയാണ്. അതിൽ നിന്നാണ് ഏത് കുറക്കേണ്ടത്? അടുത്ത ഒറ്റ സംഖ്യയുടെ തുകയായ 2022ന്റെ സ്ക്വയർ. ഇതാ ഇവിടെ നിങ്ങൾക്ക് അറിയാലോ 5 കൂട്ടണം 3 കുറക്കണം 5 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 5 3 8 8 5 പോയാൽ 3 ആണ്. എന്ന് വെച്ചാൽ ഈ 5 5 കളഞ്ഞ ബാക്കി 3 തന്നെ ഉത്തരം വരിക. അതേപോലെ 2022 സ്ക്വയർ എന്താ? ഒരു 2022 സ്ക്വയർ ഇവിടെ കുറക്കാനുണ്ട്. അപ്പൊ ആ രണ്ട് സാധനങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വെട്ടിയിട്ട് അങ്ങോട്ട് കളയാം. ഇതാ ഇതും പോയി അതും അങ്ങ് പോയി. ബാക്കിയുള്ളത് 2022 ഉള്ളൂ. അതിനാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അപ്പൊ n തന്നെയാണ് ഉത്തരം വരിക. നമ്മുടെ ആൻസർ വരുന്നത് 2022 ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, x raised to 5 equal to 5 ആയാൽ x raised to 5 എത്രയാണ്? If
എക്സ് റേസ് ടു 5 ഈക്വൽ ടു 5 ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് റേസ് ടു 2y എന്നാണ് പറയുന്നത്. എക്സ് റേസ് ടു 2y. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന തന്നെയാണ്. ഇത് പിന്നെ എക്സ്പോണൻസ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നതാണ്. ഇതൊക്കെ വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. അപ്പൊ ഇതാ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതാ ശരിക്കും ശ്രദ്ധിച്ചോ. എക്സ് റേസ് ടു വൈ എന്ന് പറഞ്ഞാൽ 5 എന്നാണ് തന്നത്. എന്താണെന്ന് നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ എക്സ് റേസ് ടു 2y ആൻസർ എത്രയാണെന്ന് ചോദിച്ചത് അല്ലെ. അപ്പൊ എക്സ് റേസ് ടു ഒരു വൈ 5 ആണെങ്കിൽ എക്സ് റേസ് ടു 2y എന്ന് പറഞ്ഞാൽ 10 എന്ന് എഴുതാൻ പാടില്ല. കുറെ ആളുകൾ അറിയാതെ തെറ്റിച്ചിട്ട് 10ലേക്കൊക്കെ പോകും. അപ്പൊ അങ്ങനെയൊന്നും എഴുതാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതിനെന്തോ ലോജിക് ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. നോക്കിക്കോ, ഇതൊരു തിയറിയാണ്. എ റൈസ് ടു എം ഗുണിക്കണം എ റൈസ് ടു എൻ എന്ന് പറഞ്ഞാല് അതെന്താ വരിക? എ റൈസ് ടു എം പ്ലസ് എൻ എന്നാണ് അതിന്റെ ഉത്തരം. ഓക്കെ, ഇത് നമ്മൾ എന്താണ് ഒരു എക്സ്പോണൻസിൽ വരുന്ന റൂളാണ്. ഒരു നമ്പറിന്റെ കൃതി ഏതെങ്കിലും ആവട്ടെ, അതേ നമ്പറിന്റെ മറ്റൊരു കൃതി ഉണ്ടെങ്കിൽ രണ്ടും കൂടെ ഗുണിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ആ നമ്പർ എഴുതിയിട്ട് അതിന്റെ മുകളിൽ രണ്ടും കൂടെ കൂട്ടി എഴുതിയാൽ മതി. ഉദാഹരണത്തിന് എ റൈസ് ടു 2 ഗുണിക്കണം എ റൈസ് ടു പിന്നെ 3 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? എ റൈസ് ടു 2 കൂട്ടണം 3 വെച്ചാൽ 5 ആണ് വരിക. എന്നാൽ ഇതേ സാധനത്തിലാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. രണ്ടും സെയിം ആണെന്ന് വിചാരിക്കുക. ഇതാ എ റൈസ് ടു എം ഗുണിക്കണം എ റൈസ് ടു എന്നിന് പകരം വീണ്ടും എം എൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എങ്ങനെ എഴുതാം ഇതിനെ? എങ്ങനെ എഴുതാം? നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? എ റൈസ് ടു എം പ്ലസ് എം തന്നെയാണ് വരിക. അതായത് എ റൈസ് ടു 2m നിങ്ങൾക്ക് എഴുതാലോ അല്ലെ. എ റൈസ് ടു 2m നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എഴുതാൻ വേണ്ടിട്ട് പറ്റും. ക്ലിയർ ആണോ? ഇനി ഇങ്ങോട്ട് നോക്കിയേ. എക്സ് റൈസ് ടു 2y എന്നില്ല നമുക്ക് അതുപോലെ എഴുതാൻ ഇതാ ഇനി ഇങ്ങനെ എഴുതിക്കൂടെ? എക്സ് റൈസ് ടു വൈ ഇൻറ്റു എക്സ് റൈസ് ടു വൈ. ഇതായിരിക്കൂലേ എക്സ് റൈസ് ടു വൈ പ്ലസ് വൈ എന്നാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 2y എന്ന് കിട്ടും അല്ലെ. അപ്പൊ എക്സ് റൈസ് ടു വൈയെ എക്സ് റൈസ് ടു വൈ കൊണ്ട് ഗുണിച്ചപ്പോഴാണ് എക്സ് റൈസ് ടു 2y എന്ന് കിട്ടും. ഇതേ സാധനം വെച്ചിട്ട് അപ്പൊ നിങ്ങൾക്ക് എന്നെ എഴുതുന്നത് വളരെ എളുപ്പത്തിൽ കിട്ടും. ഇതാ നോക്കിക്കോ. എക്സ് റൈസ് ടു 2y എന്ന് പറഞ്ഞാൽ ഇപ്പൊ മനസ്സിലായി. എക്സ് റൈസ് ടു 1y അതേ എക്സ് റൈസ് ടു വൈ കൊണ്ട് ഗുണിച്ചാൽ മതി. ഇതാ അതിന്റെ ലോജിക് മനസ്സിലായില്ലേ? അതിനെ ഗുണിച്ചപ്പോൾ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. ക്ലിയർ? അവിടെ തന്നിട്ടുണ്ട് എക്സ് റൈസ് ടു വൈയെ എക്സ് റൈസ് ടു വൈ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? എക്സ് റൈസ് ടു വൈ പ്ലസ് വൈ ആണ്. അപ്പൊ വൈയും വൈയും കൂട്ടിയാൽ 2y ആണ് നമുക്കറിയാം. അങ്ങനെയാണ് ഈ സാധനം വന്നത്. അപ്പൊ ഇങ്ങനെ മാറ്റി എഴുതാം. ഇനി നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കിട്ടുക. എക്സ് റൈസ് ടു വൈന്റെ വാല്യൂ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 5 ആണ്. അപ്പൊ ഒരു എക്സ് റൈസ് ടു വൈ 5 ആണ്. അടുത്ത എക്സ് റൈസ് ടു വൈ 5 തന്നെയാണ്. 5 ഗുണിക്കണം 5 എന്ന് വെച്ചാൽ 25 ആണ് നമുക്ക് ഉത്തരമായിട്ട് വരിക. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് 25 ആണ്. ഓപ്ഷൻ ബി ആണ് 25 എന്നാണ് വരിക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ ഒരു എക്സ്പോണൻസ് നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുവാണ്. ഓക്കെ, പണിയൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ കിട്ടും, സിമ്പിൾ ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഇപ്പൊ 5 ഗുണിക്കണം 5 എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമ്മൾ പഠിച്ചു തന്നെയാണ്. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ. ഇതാണ് സാധനം. 8ാം ക്ലാസ് പഠിക്കുന്നുണ്ട് കുട്ടികൾ. ഓക്കെ, അപ്പോൾ എ റൈസ് ടു എം പ്ലസ് എൻ എന്നാണ് വരിക. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്ന് വെച്ചാൽ എ റൈസ് ടു എം പ്ലസ് എൻ ആണ് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കിയേ 5 റൈസ് ടു 2 കൂടെ കൂട്ടുക. 3 2 5 5 റൈസ് ടു 5 ആണ് നമ്മൾ ഉത്തരം വരിക. അതേ ലോജിക് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചത്. ഓക്കെ, നെക്സ്റ്റ്. ഹരിതയും അനിതയും കൂടി ഒരു തുക 2:1 എന്ന അംശബന്ധത്തിൽ വീതിച്ചപ്പോൾ ഹരിതയ്ക്ക് അനിതയേക്കാൾ 1000 രൂപ കൂടുതൽ കിട്ടി എങ്കിൽ അനിതയ്ക്ക് കിട്ടിയത് എത്ര രൂപയാണെന്നാണ് ചോദിച്ചത്. രണ്ടാളുണ്ട്, ഹരിതയുണ്ട് അതുപോലെ അനിതയുണ്ട്. രണ്ടുപേരും കയ്യിൽ ടോട്ടൽ ഒരു എമൗണ്ട് ഉണ്ട്. അത് രണ്ടാൾ അവരെ ഇതിനു കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? വീതിച്ചെടുത്തു. വീതിച്ച അംശബന്ധമാണ്. റേഷ്യോ തന്നിട്ടുണ്ട് 2:1 എന്ന് പറയുന്ന അംശബന്ധമാണ്. ഉദാഹരണത്തിന് ഹരിതയാണ് ആദ്യത്തെ ആള്, മറ്റാൾ അനിത. അപ്പൊ 2:1 വെച്ചാൽ ഹരിതയ്ക്ക് 2 മറ്റേക്ക് 1 ആ റേഷ്യോയിലാണ് കിട്ടിയത്. ഉദാഹരണം, ഹരിതയ്ക്ക് 200 രൂപ കിട്ടുന്നെങ്കിൽ അനിതയ്ക്ക് 100 രൂപയായിരിക്കും കിട്ടുക. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് മെന്റൽ കാൽക്കുലേഷൻ മനസ്സിൽ തന്നെ കൂട്ടാം. പക്ഷെ ഇവിടെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വീതിച്ചപ്പോ ഹരിതയ്ക്ക് അനിതയേക്കാൾ 1000 രൂപ അധികം കിട്ടിയെന്നാണ് പറഞ്ഞത്. അതായത് ഹരിതയ്ക്ക് ഇപ്പം അനിതയേക്കാൾ 1000 രൂപ, അനിതയ്ക്ക് ഇപ്പം 5000 കിട്ടിയതെങ്കിൽ ഹരിതയ്ക്ക് എത്രയായിരിക്കും? അതിനേക്കാൾ 1000 കൂടുതൽ, 6000 കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയാണ് കിട്ടിയത്. എങ്കിൽ അനിതയ്ക്ക് കിട്ടിയത് എത്ര രൂപയാണെന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എങ്ങനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുക? വളരെ എളുപ്പത്തിൽ ചെയ്തുകൂടെ? അംശബന്ധമല്ലേ. ഇതിന് അംശബന്ധം എന്താ ഉദ്ദേശിക്കുന്നത് അറിയോ? നിങ്ങൾ വീട്ടിൽ നിന്ന് ചായ ഉണ്ടാക്കണം. നിങ്ങൾ ചായക്ക് സാധാരണ നിങ്ങൾ ഉപയോഗിക്കുന്നത് 2 ഗ്ലാസ് വെള്ളം എടുത്താൽ, വാട്ടർ എടുത്താൽ അതിന് 1 ഗ്ലാസ് മിൽക്ക് എടുക്കുന്നതാണ് നിങ്ങളുടെ റൂൾ എന്ന് വിചാരിക്കുക. ഇതാണ് നിങ്ങളുടെ അംശബന്ധം, റേഷ്യോ. അപ്പോൾ ഒരു ദിവസം ഒരുപാട് ആളുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു. അപ്പൊ നമ്മൾ വെറുതെ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് കാര്യമില്ലല്ലോ, കുറച്ച് അധികം എടുക്കേണ്ടി വരും. അപ്പൊ അന്ന് നിങ്ങൾ 2 ഗ്ലാസ് വെള്ളത്തിന് പകരം 10 ഗ്ലാസ് വെള്ളം എടുത്തു. അപ്പൊ ഇതേ റേഷ്യോയിലാണെങ്കിൽ നിങ്ങൾ എത്ര ഗ്ലാസ് പാൽ എടുക്കേണ്ടി വരും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2 ഗ്ലാസ് വെള്ളത്തിന് 1 ഗ്ലാസ് പാല് വേണമെന്നാണ് കണക്ക്. അപ്പൊ 10 ഗ്ലാസ് വെള്ളത്തിനോ നേരെ പകുതി 5 ഗ്ലാസ് പാല് നില കണക്കായിരിക്കില്ല ഇതേപോലെ ഉണ്ടാവുക. അപ്പൊ ഇതാണ് അംശബന്ധം, ഏറ്റവും ചെറിയ ഭാഗം. ഒന്നും കൂടി പറഞ്ഞാല് 2 ബിരിയാണി നിങ്ങൾ തിന്നുന്നുണ്ടെങ്കിൽ ഓക്കെ, ഒരു അൽഫാം നിങ്ങൾക്ക് മസ്റ്റാണ്.
ക്ലിയർ ആണോ? നിങ്ങൾ നല്ലോണം തിന്നുന്നതായിരിക്കും. ഇതാണ് നിങ്ങളുടെ കണക്ക്. 2 ബിരിയാണിക്ക് 1 അൽഫാം നിങ്ങൾക്ക് നിർബന്ധമാണ്, അല്ലെങ്കിൽ 1 പ്ലേറ്റ് ചില്ലി നിങ്ങൾക്ക് മസ്റ്റാണ്. അങ്ങനെ മനസ്സിലാക്കി. ഓക്കെ, 2 ബിരിയാണിക്ക് 1 ചില്ലിയാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ വിശന്ന് പൊരിഞ്ഞു പോയപ്പോൾ 4 ബിരിയാണി എടുത്തു. അപ്പോൾ 4 ബിരിയാണി ആണെങ്കിൽ നിങ്ങൾക്ക് അതേ കണക്കിന് എത്ര ചില്ലി വേണ്ടി വരും? 2 ചില്ലി വേണ്ടി വരും. അതാണ് ഇതിന്റെ അംശബന്ധത്തിന്റെ കണക്ക്. അത് പോട്ടെ, എന്തോ ആവട്ടെ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം, അവിടെ അംശബന്ധം ഹരിതയുടെയും അനിതയുടെയും അംശബന്ധം 2:1 തന്നിട്ടുണ്ട്. അവരെത്ര എടുക്കും നമുക്കറിയില്ല, എത്രയോ ആവാം. അങ്ങനെ എത്ര ആവുന്നതുകൊണ്ട് ഞാൻ തൽക്കാലം ഹരിതയുടെ പൈസ, ഹരിതക്ക് കിട്ടി ഞാൻ 2 അംശബന്ധത്തിനെ മാറ്റാൻ വേണ്ടിയിട്ട് 2x രൂപയായിട്ട് എടുത്തു. ഓക്കെ, അപ്പം അനിതക്ക് ഉറപ്പായിട്ട് എത്രയായിരിക്കും? ഹരിതയുടെ 2x ആണെങ്കിൽ അനിതയുടേത് 1x ആയിരിക്കും. 1xനെ 1x എന്ന് എഴുതാം, അല്ലെങ്കിൽ വെറും x എന്ന് എഴുതാം. ഇതാണ് കിട്ടിയത്. അപ്പൊ ഹരിതക്ക് കിട്ടിയ പൈസ 2x ആയിരിക്കും, അനിതക്ക് കിട്ടിയ വില x ആയിരിക്കും. ഇവിടെ പറഞ്ഞിട്ടുണ്ട് അനിതയേക്കാൾ 1000 രൂപ കൂടുതലാണ് ഹരിതക്ക് എന്ന് വെച്ചാൽ അവരുടെ രണ്ടാളുടെയും പൈസയുടെ വ്യത്യാസമായിരിക്കൂലേ. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പൊ 5000 രൂപ കിട്ടി. ഓക്കെ, നിങ്ങളെ ഫ്രണ്ടിന് 6000 രൂപ കിട്ടി. എന്നിട്ട് പറയാണ് നിങ്ങളെക്കാൾ 1000 കൂടുതലാണ് നിങ്ങളുടെ ഫ്രണ്ടിന് കിട്ടിയെന്ന്. അപ്പൊ അത് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? രണ്ടുപേരുടെയും വ്യത്യാസമല്ലേ 1000. 6000 5000 കുറച്ചാൽ 1000 കിട്ടും വ്യത്യാസം. ഇതാണല്ലോ നമ്മുടെ വ്യത്യാസം. അപ്പൊ ഇവരുടെ വ്യത്യാസം എടുത്താൽ മതി. ഇതാ 2x ആണ്. ഇതാ ആ വലിയ പൈസ 2x ആണ്, അതിൽ നിന്ന് ഒരു x കുറച്ചു. അപ്പൊ കിട്ടുന്ന വ്യത്യാസമാണ് 1000 രൂപ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കിട്ടിയതാ 2x എന്ന് ഒരു x പോയാൽ x ആണ് വരിക. x ന്റെ വില 1000 എന്ന് കിട്ടി. നിങ്ങൾക്ക് രണ്ടാളുടെയും പൈസ കിട്ടുക. ഹരിത എടുത്ത് 2x ആണ് അല്ലെ. x ന്റെ വില 1000 ആയതുകൊണ്ട് തന്നെ ഹരിതയുടെ വിലത്തിലായിരിക്കും 2 ഗുണിക്കണം 1000 എന്ന് കിട്ടി. x ന്റെ വില കൊടുത്താൽ മതി. 2 ഗുണിക്കണം 1000 എന്ന് വെച്ചാൽ 2000 ആണ് വരിക. അനിതയുടെ ഒരു x ആണ്, അത് 1000 ആണ്. അപ്പൊ അനിതയുടെ 1000 കിട്ടി. ഇനി ഒന്ന് നോക്കിയതാ, അനിതയ്ക്ക് 1000 രൂപയാണ് കിട്ടിയത്, അതിനേക്കാൾ 1000 കൂടുതലാണ് ഹരിതക്ക് കിട്ടിയ 2000. ഇനി നിങ്ങളോട് ചോദിച്ച ആരുടെ പൈസയാണ്? അങ്ങനെയാണെങ്കിൽ അനിതക്ക് കിട്ടിയ വില എത്രയാണെന്ന് ചോദിച്ചത്. അനിതക്ക് കിട്ടിയത് ഇപ്പൊ നമുക്ക് മനസ്സിലായി എത്രയാണ്? 1000 രൂപ. അനിതയ്ക്ക് 1000 രൂപ ആയതുകൊണ്ടാണ് അതിനേക്കാൾ 1000 കൂടെ കൂട്ടിയിട്ട് ഹരിതയ്ക്ക് 2000 രൂപ ചോദ്യത്തിൽ കിട്ടിയത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ അനിതയ്ക്ക് കിട്ടിയ പൈസ 2000 അല്ല 1000. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ മാത്സിന്റെ വളരെ എളുപ്പമുള്ള ചോദ്യമാണ് ഇത്. നമ്മുടെ കേട്ടറ്റ് കാറ്റഗറി 2 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 2 വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കേണ്ട. പിന്നെ എന്തിനാ നമ്മൾ 1 കരുതി കാണുന്നത്? കാറ്റഗറി 1-നായാലും 2-നായാലും വലിയ വ്യത്യാസമൊന്നുമില്ല. ചില കാര്യങ്ങളിൽ മാത്രമേ വ്യത്യാസം വരാറുള്ളൂ. മാത്സ് ഒക്കെ നിങ്ങൾ എപ്പോഴും ഏറ്റവും പീക്ക് ലെവൽ വേണം പഠിക്കാൻ. അല്ലാണ്ട് കേവലം ഒരു കാറ്റഗറി 1-ന് 4ാം ക്ലാസ് ബേസിൽ ഒന്നും പഠിച്ചിരിക്കാൻ പാടില്ല. ഏറ്റവും ടോപ്പ് ലെവലിൽ തന്നെ പഠിക്കണം. ഏറ്റവും ടോപ്പ് ലെവലിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ വരിക. അതുകൊണ്ട് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കാര്യങ്ങളൊക്കെ പഠിക്കുക. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ മാത്സ് ആയാലും സൈക്കോളജി എന്തെന്നായാലും നിങ്ങൾ കാറ്റഗറി 1-ന്റെ അതിൻ്റെതേ പഠിക്കുള്ളൂ എന്ന് വാശി പിടിക്കാൻ പാടില്ല. നിങ്ങൾ ടോപ്പിൽ ഏറ്റവും ടോപ്പിൽ കിട്ടാവുന്ന കാറ്റഗറി 3 ലെവലിൽ വരെ നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസ്കഷൻ നിങ്ങൾക്ക് യൂസ് ആയിട്ടുണ്ട്, ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇതിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല കമന്റ് ചെയ്യാം. ക്വസ്റ്റിന്റെ ടഫ്നെസ് കൂടണമെങ്കിൽ അത് കമന്റ് ചെയ്യാം, സ്പീഡ് കൂട്ടണമെങ്കിൽ കമന്റ് ചെയ്യാം, എല്ലാം നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.